ബിഗ് ബോസ് സീസൺ 6 കോമണൈസിനെ പരിചയപ്പെടുത്തിയിട്ട് ഏഷ്യാനെറ്റിന്റെ ഒരു പ്രോമോ വന്നു. ഒരു റസ്മിൻ ബായിയും നിഷാന എന്ന് പറയുന്ന രണ്ട് സ്ത്രീകൾ. ലാലേട്ടന്റെ പ്രേമം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ബിഗ് ബോസിലെ മത്സരാർത്ഥികളെ കാണാൻ നിങ്ങൾ കാത്തിരിക്കുകയാണ്, ജനങ്ങൾ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടാണ് ഈ രശ്മിന ബായിയും അതുപോലെ നിഷാനയും അവരെ സ്വയം പരിചയപ്പെടുത്തുന്നത്. അവര് വീട്ടമ്മയാണ്, സാധാരണക്കാരിൽ സാധാരണക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. മാർച്ച് 10 7 മണിക്ക് വൈകിട്ട് ഏഷ്യാനെറ്റിൽ ഗ്രാൻഡ് ലോഞ്ചാണ്. അപ്പോൾ ഈ അടുത്ത ശനിയും ഞായറാഴ്ചയാണ് വരുന്നത്. ഇപ്പോൾ വെള്ളിയും ശനിയും ഞായറും ഒക്കെ ആയിട്ട് അതിൻ്റെ ഷൂട്ടുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ലോഞ്ചിങ്ങിന്റെ അതിന് ഭാഗമായിട്ടുള്ള ഡമ്മി കണ്ടസ്റ്റൻസിനെ വീട്ടിൽ കയറ്റി അതിന്റെ പരിശീലനവും കാര്യമൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള പല ആളുകളും ഡമ്മി കണ്ടസ്റ്റൻസ് ആയിട്ട് അതിന്റെ ഒരു അനുഭവത്തിന് വേണ്ടി ശ്രമിച്ചിട്ടും ഉണ്ടായിരുന്നു. ചില സാങ്കേതിക കാരണങ്ങളാൽ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. അപ്പോ ഇതിലേക്കാണ് ഞാൻ വരുന്നത്. ഇപ്പൊ രശ്മി ബായി അല്ലെങ്കിൽ മറ്റേ പെൺകുട്ടി, ഇവർ രണ്ടുപേരും, നിഷാന, ഈ രണ്ടുപേരും കോമണൈസ് ആയിട്ടാണ് വരുന്നത്. കോമണൈസ് ആയിട്ട് രണ്ടുപേരെയാണ് സെലക്ട് ചെയ്യുന്നത് മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യം അവർ പറഞ്ഞിരുന്നത് ഒരു മെയില് ഒരു ഫീമെയിൽ എന്നാണ്. ഇതിപ്പോൾ രണ്ട് ഫീമെയിലുകളെയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഏഷ്യാനെറ്റിനെ ചോദ്യം ചെയ്യുകയാണ്. നിങ്ങൾ പുരുഷന്മാരെ ശരിക്കും എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലേ? സാധാരണക്കാരായിട്ടുള്ള സെലിബ്രിറ്റി അല്ലാതെ അല്ലെങ്കിൽ ഈ ഒരു രീതിയിലും വൈറലല്ലാത്ത പുരുഷന്മാരില്ലേ? എത്ര പുരുഷന്മാരെ നിങ്ങൾ ഓഡീഷൻ നടത്തി? എത്ര പേരെ ആയിട്ട് നിങ്ങൾ സൂം മീറ്റിങ്ങിൽ സംസാരിച്ചു, നേരിട്ട് സംസാരിച്ചാണ്? ഇവരെ ആരെയും കേരളത്തിലെ ഒരു പുരുഷന്മാരെയും നിങ്ങൾ എന്തുകൊണ്ട് കോമണറായിട്ട് തിരഞ്ഞെടുത്തില്ല? ഇത് രണ്ടിലധികം ആളുണ്ടോ, നാളെ മറ്റൊരു പുരുഷനെ അവതരിപ്പിക്കുമോ എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. ഇന്ന് കാണിച്ചതിൽ എന്തുകൊണ്ട് നിങ്ങൾ കോമണറായിട്ട് ഒരു പുരുഷനെ സെലക്ട് ചെയ്തില്ല? എനിക്ക് ഒരുപാട് ഇവരുടെ ഈ കഴിവുകൾ, ഇപ്പൊ ഒരാൾ ഡാൻസ് കളിക്കുന്നേ, ആക്റ്റീവായിട്ട് നിൽക്കുന്നേ, ബോൾഡായി നിൽക്കുന്നേ, ഇതിനെക്കാട്ടി മികച്ച കഴിവുള്ള പുരുഷന്മാരെ നിങ്ങൾ ഓഡീഷൻ ചെയ്തത് എനിക്കറിയാം. അപ്പോ ഒരു സ്ത്രീകൾ എന്ന് പറയുന്നവരെ റേറ്റിങ്ങിന് കൂടുതൽ കിട്ടും, അല്ലെങ്കിൽ അവരെ കാണാൻ ആളുകൾ കൂടും എന്നൊരു ധാരണയുടെ പുറത്താണോ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വലിയ റിയാലിറ്റി ഷോയിൽ കൂടുതൽ സ്ത്രീകളെ നിങ്ങൾ ഉൾപ്പെടുത്തുന്നത്? പ്രഡിക്ഷൻ ലിസ്റ്റുകൾ ഒരുപാട് വന്നു, പല ആളുകളും കൺഫേം ആയിട്ടുണ്ട്. അതിൽ പല ആളുകളും എഗ്രിമെന്റ് ഒപ്പിട്ടിട്ടുണ്ട്. അതിലും കൂടുതൽ നമുക്ക് സ്ത്രീകളെ കാണാൻ സാധിക്കുന്നു. നിങ്ങൾ എന്താണ് സ്ത്രീകൾക്ക് മാത്രം എന്നൊരു ബിഗ് ബോസ് അങ്ങ് നടത്തും? സാധാരണക്കാരിൽ നിന്ന് എന്റെ വാദം അതാണ്. സാധാരണക്കാരിൽ നിന്നുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ഒരു പുരുഷനെ നിങ്ങൾ സെലക്ട് ചെയ്യുന്നില്ല? കഴിഞ്ഞ തവണ നിങ്ങൾ ആദ്യമായി കോമണേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവിടെ ഒരു സ്ത്രീ ആയിരുന്നു. സ്ത്രീക്ക് നിങ്ങൾ മുൻഗണന കൊടുത്തു. അവരെത്ര സ്റ്റേജ് പിന്നിട്ടു എന്നുള്ള കാര്യം നമ്മൾ കണ്ടാണ്. ശേഷം രണ്ടാമത് 2 കോമണേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ അതിനകത്തൊരു പുരുഷനില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഒരു പുരുഷനെ സെലക്ട് ചെയ്യാത്തത്? ഇവിടുത്തെ നാട്ടിലെ പുരുഷന്മാർക്കൊന്നും ബിഗ് ബോസ് വരാനുള്ള കഴിവില്ലേ? കോമണറായിട്ട് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന 4 ആൾ അറിയുന്ന ആളുകൾക്ക് അപ്പുറത്തേക്ക് കോമണറായിട്ട് സാധാരണക്കാരിൽ നിന്ന് നിങ്ങൾക്ക് ഓഡീഷന് വേണ്ടി വീഡിയോ അയച്ചു തന്ന, നിങ്ങൾ 1-ാമത്തെയും 2-ാമത്തെയും 3-ാമത്തെയും ഘട്ടങ്ങളിൽ വന്ന് നിങ്ങളുമായി സംവദിച്ച നിങ്ങളുടെ ഓഡീഷൻ അറ്റൻഡ് ചെയ്ത പുരുഷന്മാരെ എന്തുകൊണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുന്നില്ല? ഇത് വലിയൊരു ചോദ്യമാണ്. ഇത് പൊതുസമൂഹം ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവഗണനയല്ലേ പുരുഷ സമൂഹത്തോട് ഏഷ്യാനെറ്റ് കാണിക്കുന്ന അവഗണന? അത് വളരെ മോശമായി പോയി എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം സാധാരണ ആൾക്കാരിൽ നിന്ന് ഒരു പുരുഷനെ കൊണ്ടുവരാതെ നിങ്ങൾ ഈ ഷോ കാണുന്ന പുരുഷന്മാരോട് കാണിച്ച തികഞ്ഞും അവഗണനയായിട്ട് തന്നെയാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത്. ഞാൻ തുറന്ന് പറയുകയും ചെയ്യുന്നു. ഇതിന്റെ പ്രതിഷേധവും ഞാൻ അറിയിക്കുകയാണ്. മാർച്ച് 10 ആരംഭിക്കുകയാണ്. അപ്പോൾ കൂടുതലും സ്ത്രീകളാണ്. നമ്മുടെ ഒരു സുഹൃത്ത് പറയുന്ന പോലെ ഈ സീസൺ ചിലപ്പോൾ ഒരു സ്ത്രീ ജയിച്ചേക്കാമെന്നാണ് പറയപ്പെടുന്നത്. എന്തോ വിരോധാഭാസമാണല്ലേ. ഫസ്റ്റ് സീസൺ നമുക്ക് സാബുമോൻ ജയിക്കുന്നു. 2-ാം സീസണിൽ ഡോക്ടർ രവികുമാർ ഉണ്ടായിരുന്നെ അദ്ദേഹം ജയിച്ചത് കംപ്ലീറ്റ് ആയില്ല. അല്ലെങ്കിൽ ഡോക്ടർ രവികുമാർ ഔട്ടായതുകൊണ്ട് ആര്യക്ക് ജയസാധ്യത ഉണ്ടായിരുന്നു. 3-ാമത്തെ സീസണിൽ മണിക്കുട്ടൻ ജയിക്കുന്നു. 4-ാമത്തെ സീസണിൽ ജയസാധ്യതയുള്ള ഒരാളെ ചെറിയ നിസ്സാര കാര്യങ്ങൾ നിങ്ങൾ പുറത്താക്കി 4-ാമത്തെ സീസൺ വേറെ സ്ത്രീ ജയിക്കുന്നു, അല്ലെങ്കിൽ ഒരു വനിത ജയിക്കുന്നു. 5-ാമത്തെ സീസണിൽ വീണ്ടും പുരുഷൻ ജയിക്കുന്നു. 6-ാമത്തെ സീസൺ നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി വല്ല റിസർവും ചെയ്ത് വെച്ചേക്കുന്നതാണോ ചോദിക്കുകയാണ്. അതോ ഏതെങ്കിലും സ്ത്രീകളെ ഇപ്പൊ കോമണറായിട്ട് വരുന്ന സ്ത്രീകളെ വിന്നറാക്കാൻ നിങ്ങൾക്ക് വല്ല തിരക്കഥയോ അണിയറയിലുണ്ടോ? കോമണറായിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു പുരുഷനെ സെലക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല? നിങ്ങൾ ഇനി ആരൊക്കെ 4 ആൾ അറിയുന്നവരല്ലാത്ത സാധാരണക്കാരിൽ നിന്ന് ഒരു പുരുഷനെ നിങ്ങൾ എന്നാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്?
അല്ല സ്ത്രീകളെ കൊണ്ടുവന്നാൽ വീണ്ടും നിങ്ങളുടെ ബ്രാൻഡിങ്ങിനും മോഡലിങ്ങിനും നിങ്ങളുടെ പ്രോഗ്രാമുകളിലേക്കൊക്കെ കൊണ്ടുവരാമെന്നുള്ളൊരു കാര്യം കൊണ്ടാണോ പുരുഷന്മാരെ എങ്ങനെ അവഗണിക്കുന്നതെന്ന് ചോദിച്ചു പോവുകയാണ്. ബിഗ് ബോസിന്റെ മറ്റ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഈ ചോദ്യം അന്തരീക്ഷത്തിൽ തന്നെ നിൽക്കട്ടെ.